ഹലോ, വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ മാർക്കറ്റിലൊന്ന് കയറി. പച്ചക്കറി സാധനങ്ങളൊക്കെ വീട്ടിൽ തീർന്നിരിക്കുന്നു, അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ടൊന്ന് മാർക്കറ്റിൽ കയറി. അത്യാവശ്യം ന്യൂ ഇയർ ആയിട്ട് വലിയ തിരക്ക് എനിക്ക് തോന്നിച്ചില്ല. പിന്നെ അതിനുശേഷം ഒരു ഷോപ്പിൽ കയറി. എനിക്ക് കേക്കും ലഡുവും ഒക്കെ മേടിക്കണമായിരുന്നു. ക്രിസ്മസിന് പ്ലം കേക്ക് മേടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ന്യൂ ഇയറിന് പ്ലം കേക്ക് മേടിക്കാനായിട്ട് ഞാൻ ഷോപ്പിൽ കയറി. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ടത്തെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് വൈകിട്ട് വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. പകരം പൊറോട്ടയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് മേടിക്കാമെന്ന് കരുതി ഞാൻ പൊറോട്ടയും ഇതും മേടിക്കാനായിട്ട് കയറി. പിന്നെ അതിനുശേഷം വീട്ടിലെത്തി എല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ വച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. കുറേ പച്ചക്കറി മലക്കറി ആയിട്ട് മേടിച്ചു, പിന്നെ പാല് മേടിച്ചു, തേങ്ങ മേടിച്ചു, പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റം മേടിച്ചു. ഇതാണ് ഇപ്പം എൻ്റെ കോലം, പോയിട്ട് വന്നിട്ടുള്ള എൻ്റെ കോലമാണ്. അതിനുശേഷം ഞാൻ വൈകിട്ടത്തേക്ക്, അതായത് വൈകിട്ട് അരി ഇട്ടിട്ട് പോയിരുന്നു. വൈകിട്ടല്ല, ഞാൻ മാർക്കറ്റിൽ പോകണമെങ്കിൽ അരി ഇട്ടിട്ട് പോയിരുന്നു. എന്താ വൈകിട്ട് ഒരു 11 മണിയൊക്കെ അപ്പം അരി ഒന്ന് മിക്സിയിൽ അടിച്ച് വയ്ക്കുകയാണ് നാളത്തെ കാപ്പിക്കുള്ളത്. അത് മിക്സിയിൽ അടിച്ച് വെച്ചതിന് ശേഷം വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. ന്യൂ ഇയറിൻ്റെ സമയമായിരിക്കുന്നു. കറക്റ്റ് 12 മണി ആയപ്പോഴത്തേക്കും ഞാൻ സാധനങ്ങളെല്ലാം കട്ട് ചെയ്യാനായിട്ട് ഇതാണ് ഞാൻ മേടിച്ച കേക്ക്, ലഡു. അപ്പം ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് TV ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പം TV ന്യൂ ഇയർ ആഘോഷം കാണാൻ വേണ്ടിയിട്ട് TV ഇട്ടേക്കാണ്, പുറത്തൊന്നും പോകാത്തത് കൊണ്ട്. അപ്പോൾ കറക്റ്റ് 12:01 ഞാൻ ന്യൂ ഇയറിൻ്റെ കേക്ക് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് ഒരു പീസ് ഞാൻ എടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനും കഴിച്ചു. അതിനുശേഷം ഞാൻ പൊറോട്ട വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. പൊറോട്ട വാങ്ങിയിട്ട് വേറെ കറിയൊന്നും അതിന് വാങ്ങിച്ചില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ മുട്ടക്കറി ഉണ്ടാക്കി. അപ്പം അത് കാണിച്ചു തരാം കേട്ടോ. ഒരു പീസ് കേക്ക് കട്ട് ചെയ്തിട്ട് അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുന്ന സീനാണ്. അപ്പോൾ അമ്മയ്ക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ വലിയൊരു മടിയാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കറി. എന്നിട്ട് വന്നപ്പോഴത്തേക്കൊരു 7up കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് കറി ഇത്രയേ ഉള്ളൂ കേട്ടോ വച്ചത്, എല്ലാം ഫിനിഷായി. പിന്നെ ഇതാണ് അമ്മയ്ക്കുള്ള പങ്ക്. ഇത് കടയിൽ നിന്നല്ലാതെ അവർ ഗ്രേവി തന്നതാണ്. ഗ്രേവി ഞാൻ കൂട്ടിയില്ല, അതത്ര രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.